രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനൊരു മാവ് കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. എന്നാൽ പിന്നെ ആദ്യമേ കുറച്ച് ഇഡലി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇഡലി റെഡിയായി വന്നപ്പോഴേക്കും മസാല ദോശയ്ക്കുള്ള ഫില്ലിങ്സും റെഡിയാക്കി. ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നും വറ്റൽമുളകും മൂപ്പിക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഉടച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ദോശമാവ് എടുത്ത് നന്നായി പരത്തി വലിയൊരു ദോശ ഉണ്ടാക്കുക. കുറച്ച് നെയ്യും ചേർത്ത് മുരിച്ചെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഫില്ലിങ്സും ചേർത്ത് അങ്ങ് റോൾ ചെയ്താൽ മസാല ദോശ റെഡി. ഒരു ടൊമാറ്റോ ചട്നി കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി. ഒരു പാനിൽ എണ്ണ ചൂടാക്കി സവാളയും തക്കാളിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുക. പൊടി വെച്ച് വേവിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി വലിയ പണിയൊന്നുമില്ല, ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചെടുത്താൽ മാത്രം മതി. ഒന്ന് ഉപ്പ് നോക്കാൻ മറക്കല്ലേ. ഒരു ചായയും കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആകൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം, ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. സ്പൈസസിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് തിളപ്പിച്ച ചായ റെഡി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്